നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റിനി ആൻഡ് ജോർജ് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച റിനി ഈ ഒരു പ്രശ്നം ചർച്ചയാകുന്നതിനിടയിലായിരുന്നു മറ്റൊരു പെൺകുട്ടിയെ രാഹുൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഒരു ഓഡിയോ പുറത്തു വന്നത്. ആ പെൺകുട്ടിയോട് തനിക്ക് പറയാനുള്ളത് എന്താണ് എന്ന തരത്തിലുള്ളൊരു പറയാനുള്ള കാര്യമാണ് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ റിനി ആൻഡ് ജോർജ് പങ്കുവച്ചിരിക്കുന്നത്. കരയേണ്ടതും ഒറ്റപ്പെടേണ്ടത് നീയല്ല, വേട്ടക്കാരനാണ്. വേട്ടപ്പട്ടികൾ കുരയ്ക്കുന്നത് നീ കാര്യമാക്കേണ്ടെന്നും നിനക്കൊപ്പം കേരളത്തിന്റെ മനസാക്ഷിയുണ്ടെന്നും റിനി ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കുറിച്ചിരുന്നു. പേര് വെളിപ്പെടുത്താതെ റിനി നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കവെയാണ് പുതിയ പോസ്റ്റുമായി റിനി രംഗത്തെത്തുന്നത്. റിനിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അവളോടാണ്, പ്രിയ സഹോദരി, ഭയപ്പെടേണ്ട. വേട്ടപ്പട്ടികൾ കുരയ്ക്കുന്നത് നീ കാര്യമാക്കേണ്ട. നിനക്കൊപ്പം കേരളത്തിന്റെ മനസാക്ഷിയുണ്ട്. ഒരു ജനസമൂഹം തന്നെയുണ്ട്. നീ അല്ല കരയേണ്ടത്, നീ ചിരിച്ചുകൊണ്ട് ഈ ലോകത്തെ നേരിടണം. കരയേണ്ടതും ഒറ്റപ്പെടേണ്ടതും വേട്ടക്കാരനാണ്. നീ പുറത്തു വരൂ. നിനക്കുണ്ടായ വേദനകൾ സധൈര്യം പറയൂ. നീ ശക്തിയാണ്, നീ അഗ്നിയാണ് എന്നാണ് റിനി ഇൻസ്റ്റഗ്രാമിലൂടെ കുറിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സസ്പെൻഷനിലേക്കും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള രാജിയിലേക്കും വഴിതെളിച്ച വിവാദങ്ങളിൽ നേരത്തെയും റിനി ആൻഡ് ജോർജ് പ്രതികരിച്ചിരുന്നു. വെളിപ്പെടുത്തലുകൾക്ക് പിന്നിലെ ഗൂഢാലോചന സിദ്ധാന്തങ്ങളെ തള്ളിക്കളയുന്നതായി നടി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട്. ചില സംഭവങ്ങൾ കൈപ്പിടിയിൽ നിൽക്കാതെ വലിയ മാനങ്ങൾ സൃഷ്ടിച്ച് പരിണമിക്കാറുണ്ടെന്നും നടി കുറിച്ചു. റിനിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ചില സംഭവങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കാതെ വല്ലാതെ മാനങ്ങൾ സൃഷ്ടിച്ച് പരിണമിക്കാറുണ്ട്. ഈയിടെ എനിക്കും അത്തരമൊരു അനുഭവം ഉണ്ടായി. സാമൂഹ്യ ജീവി എന്ന നിലയിൽ പൊതു ഇടങ്ങളിൽ ഇടപെടുമ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് അഭിമുഖത്തിൽ ശ്രമിച്ചത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്. എന്നാൽ അതിനു പിന്നിൽ പതിവ് ഗൂഢാലോചന സിദ്ധാന്തം ഉന്നയിക്കുകയും അതിലേക്ക് ഏറ്റവും ബഹുമാനത്തോടെ കാണുകയും ചെയ്യുന്ന നേതാവിനെ ചില കേന്ദ്രങ്ങൾ വലിച്ചിടുകയും ചെയ്യുന്നത് വലിയ വേദനയാണ് സൃഷ്ടിക്കുന്നത്. ആരെങ്കിലും ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഉള്ളിൽ എരിഞ്ഞ ഒരു നെരിപ്പോടിന് ആശ്വാസം കിട്ടുന്നതിനാണ് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് മനസ്സും വായും അറിയാത്ത വ്യക്തികളെ വലിച്ചിഴച്ച് ഗളഹസ്തം ചെയ്യുന്നവരോട് ഹാ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ? അത്തരക്കാർ പറ്റുമെങ്കിൽ ഒന്നുകൂടി ചിലപ്പതികാരം വായിക്കുക. തന്റെ വാക്കുകൾ തന്റേത് മാത്രമാണ്. ഒരു ഗൂഢാലോചന സിദ്ധാന്തവും ഇവിടെ വർക്കൗട്ട് ആവുകയില്ല എന്നും റിനി നേരത്തെ കുറിച്ചിരുന്നു. എന്തായാലും നിർണായകമായ പ്രതികരണമാണ് പെൺകുട്ടിയുടെ ഭാഗത്തുണ്ട്. മാത്രമല്ല, മാധ്യമപ്രവർത്തകർ ലക്ഷ്മി പത്മ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്, അതായത് രാഹുൽ ഈ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച പെൺകുട്ടിയുടെ ഓഡിയോയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്ന ഒരു പ്രസ്താവനകളൊക്കെ വരുന്നു. അതിനെല്ലാം എതിർത്തുകൊണ്ട് ലക്ഷ്മി പത്മ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പും ശ്രദ്ധേയമായിരുന്നു. ഞാൻ അവളെ കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തുവന്ന ഓഡിയോ എല്ലാം വ്യാജമെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭചിത്രമോ ഗർഭമോ പോലും ഇല്ല എന്നും പറയുന്നവരോടാണ്. അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട്. അവർ വളരെയധികം മാനസിക ആഘാതത്തിലാണ്. ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നുവെങ്കിൽ കൂടി മനസ്സിപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായ മാനസിക അവസ്ഥയിലാണവർ. അശാസ്ത്രീയമായ ഗർഭചിത്രം, തുടർ ആരോഗ്യ പ്രശ്നങ്ങൾ, ചുറ്റും നടക്കുന്ന സ്ലട്ട് ഷെയ്മിങ്, ഇതിനൊക്കെ ഇടയിൽ ആകെ പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് താൻ കണ്ടത്. മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടുമൊക്കെ പല നാളായ ഒരാൾ അപ്പോഴും ഇങ്ങനെ ഒരു കാര്യം പുറത്തുനിന്നത് വഴി സമൂഹത്തിൽ കുറച്ചു സ്ത്രീകളെങ്കിലും ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇടയാക്കുന്നുവെങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുകയാണ്. അവർ പരാതി കൊടുക്കണമെന്ന് പല ഒരു സഹോദരി എന്ന നിലയിൽ അവരോട് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള മാനസികമായ കരുത്ത് അവൾക്കോ ആ കുടുംബത്തിനോ ഇല്ല എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവരുടെ ഐഡന്റിറ്റി വെളിയിൽ വരുന്നതിനെ കുറിച്ചും വല്ലാതെ ആശങ്കയുമുണ്ട്. പുറത്ത് നമ്മൾ അറിഞ്ഞതിന് ഗുരുതരമാണ് യാഥാർത്ഥ്യങ്ങൾ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇരയാക്കപ്പെട്ട ആളുകളെ പോലും അയാൾ ഇപ്പോഴും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലേക്കൊക്കെ അന്വേഷണം എത്തണം. എന്ത് ഈ വിഷയത്തിൽ എഴുതിയാലും വന്ന് നിങ്ങൾക്ക് അയാളിൽ നിന്ന് ദുരനുഭവം ഉണ്ടായോ എന്ന് ചൊറിയുന്ന ടീംസിനോട് എല്ലാവരോടും കൂടി പറയുന്നു. എന്നോട് അയാൾ വളരെ മാന്യമായാണ് ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ചോദ്യം ഇടയ്ക്കിടെ വേണ്ട. അവളെ കേട്ട് കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാമൂഹിക സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിലെന്ന് തോന്നിപ്പോയി. സോഷ്യൽ മീഡിയ വഴി വേട്ടക്കാരനെ വെളുപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടെ എത്ര സ്ത്രീകൾ ചവിട്ടി മെതിക്കപ്പെടുന്നു. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായുള്ള പലവിധ ചെളിവാരി എറിയലുകൾ വേറെ. സ്ത്രീകൾക്ക് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഒരിടമായി നമ്മുടെ നാടിനെ മാറ്റണമെങ്കിൽ കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമുണ്ട് എന്നും ലക്ഷ്മി പത്മ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.